ആചരാമജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൽ ഏറ്റവും സൗഭാഗ്യവും സമൃദ്ധിയും പ്രതിനിധീകരിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് രോഹിണി നക്ഷത്രമെന്ന് നിങ്ങൾക്കറിയാമോ? വളർച്ച, ഉയർച്ച, സൃഷ്ടിശക്തി എന്നിവയുടെ പ്രതീകമായി അറിയപ്പെടുന്ന ഈ നക്ഷത്രം ജന്മനക്ഷത്രമായോ പ്രധാന ദശകളിലോ വന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ഉള്ളതാണ്. രോഹിണിയുടെ ദേവതയും അധിപനും രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവതയും ബ്രഹ്മാവാണ്, സൃഷ്ടിയുടെ ദേവൻ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും അതിൽ വിജയിക്കാനും സ്വാഭാവിക കഴിവ് ലഭിക്കുന്നു. നക്ഷത്രാധിപൻ ചന്ദ്രനായതിനാൽ മനസ്സിന് സ്ഥിരത, സൗമ്യത, കരുണ, കുടുംബ ബന്ധങ്ങളിൽ ആഴമുള്ള സ്നേഹം എന്നിവ ഇവരുടെ മുഖ്യ ഗുണങ്ങളാണ്. ജീവിതത്തിൽ ഭാഗ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം പലപ്പോഴും പെട്ടെന്നല്ല, പക്ഷേ സ്ഥിരമായി എത്തുന്നതാണ്. ചെറുതായി തുടങ്ങിയ കാര്യങ്ങൾ വലിയ വിജയങ്ങളായി മാറും. സാമ്പത്തികമായി കഷ്ടതകൾ വന്നാലും അതിൽ നിന്ന് വേഗം കരകയറാനുള്ള യോഗം ഉണ്ടാകും. കൃഷി, ഭൂമി, സ്വത്ത്, ഭക്ഷണം, സൗന്ദര്യം, കല, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക നേട്ടം ഉണ്ടാകും. ധനം, സമൃദ്ധി, ഐശ്വര്യം. രോഹിണി നക്ഷത്രത്തിന് ധനവർഷ നക്ഷത്രം എന്നും വിളിപ്പേരുണ്ട്. ഈ നക്ഷത്രക്കാരിൽ പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും വലിയ സാമ്പത്തിക ഉയർച്ച, സ്വത്ത് സമ്പാദനം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം ഇവയെല്ലാം അനുഭവിക്കുന്നവരാണ്. ഇനി സ്ത്രീ പുരുഷ ഭാഗ്യം എങ്ങനെയാണെന്ന് നോക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം, ഭർത്താവിൻ്റെ ഉയർച്ചയിൽ നിർണായക പങ്ക്, വീട്ടിൽ ഐശ്വര്യം നിലനിർത്തുന്ന ശക്തി ഇവയെല്ലാം ഉണ്ടാകും. പുരുഷന്മാർക്കാണെങ്കിൽ നേതൃഗുണം, തൊഴിൽ മേഖലയിൽ അംഗീകാരം, ജീവിതത്തിൽ ലേറ്റ് സക്സസ് ആയാലും ശക്തമായ ഉയർച്ച, വൈകിയാലും ഉറപ്പുള്ള വിജയം ഇവയെല്ലാം രോഹിണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ്. വിജയം വൈകിയെത്തിയാലും അത് ദീർഘകാലം നിലനിൽക്കും. ഒരിക്കൽ ഉയർന്നാൽ വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ആത്മീയ സംരക്ഷണവും ദൈവാനുഗ്രഹവും. രോഹിണി നക്ഷത്രക്കാർക്ക് ദൈവവിശ്വാസം സ്വാഭാവികമായി ഉണ്ടാകും. ചന്ദ്രനോട് ബന്ധപ്പെട്ട വ്രതങ്ങളും പ്രാർത്ഥനകളും, സോമവാരം, ചന്ദ്രദർശനം ഇവർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. ഇനി പറയാൻ പോകുന്ന രഹസ്യം നിങ്ങൾ അറിയാതെ പോകരുത്. ജീവിതത്തിൽ നിങ്ങൾ പലതവണ സഹായമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഷ്ടസമയത്ത് എവിടെയോ നിന്നൊരു വഴി തുറന്നതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രോഹിണി നക്ഷത്രത്തിൻ്റെ സംരക്ഷണ ശക്തി തന്നെയാണ്. അതെ, രോഹിണി നക്ഷത്രം തീർച്ചയായും ഭാഗ്യനക്ഷത്രമാണ്. പക്ഷേ അത് ശബ്ദമില്ലാതെ സ്ഥിരമായി ദീർഘകാല സൗഭാഗ്യമായി പ്രവർത്തിക്കുന്നതാണ്. രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്യോതിഷശാസ്ത്രത്തിനപ്പുറം വേദ, പുരാണ ഐതിഹ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം രോഹിണി ഒരു നക്ഷത്രം മാത്രമല്ല, അത് ദേവതകളുടെയും ബ്രഹ്മാണ്ഡ നിയമങ്ങളുടെയും പ്രിയപ്പെട്ട ശക്തിയാണ്. പുരാണ കഥകളനുസരിച്ച് ചന്ദ്രദേവൻ ദക്ഷ പ്രജാപതിയുടെ 27 പുത്രന്മാരെ വിവാഹം കഴിച്ചു. അവർ തന്നെയാണ് 27 നക്ഷത്രങ്ങൾ. എന്നാൽ ഇവരിൽ ചന്ദ്രന് ഏറ്റവും അധികം പ്രിയപ്പെട്ടത് രോഹിണിയായിരുന്നു. ചന്ദ്രൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയതും രോഹിണിയോട് തന്നെയായിരുന്നു. മറ്റു നക്ഷത്രപത്നികൾ ഇതിൽ അസൂയപ്പെട്ടു ദക്ഷനോട് പരാതി പറഞ്ഞു. ദക്ഷ പ്രജാപതി ചന്ദ്രനെ ശപിച്ചു, നിന്റെ തേജസ് ക്ഷയിച്ച് നീ നശിക്കട്ടെ എന്ന്. ഈ ശാപം മൂലം ചന്ദ്രൻ ക്ഷയിച്ചു. ലോകത്ത് അസന്തുലിതാവസ്ഥ ഉണ്ടായി. ദേവന്മാരും മനുഷ്യരും വേദനിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തിയായ രോഹിണിയുടെ പ്രാർത്ഥന ലോകത്തെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം.
ശിവന്റെ അനുഗ്രഹത്തോടെ ചന്ദ്രന് ക്ഷയം വൃദ്ധിചക്രം ലഭിച്ചു. അതിനാലാണ് അമാവാസിയിൽ ക്ഷയിക്കുകയും പൗർണമിയിൽ പൂർണ്ണത നേടുകയും ചെയ്യുന്നത്. ഇതിലൂടെ രോഹിണി നക്ഷത്രം വളർച്ചയും പുനരുജ്ജീവനവും പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമായി മാറി. മറ്റൊരു മഹത്തായ ഐതിഹ്യം എന്തെന്നാൽ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരൻ ബലരാമൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ശരീരശക്തി, കൃഷി, ഭൂമി, കുടുംബ സംരക്ഷണം എന്നിവ രോഹിണിയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളായി മാറി. ബലരാമൻ ഹലായുധൻ ആയതിനാൽ രോഹിണി നക്ഷത്രം ഭൂമിയുടെ സമൃദ്ധിയുടെയും വിളവിൻ്റെയും പ്രതീകമായി. വേദങ്ങളിൽ രോഹിണിയെ പ്രജാവർദ്ധിനി എന്ന് വിളിക്കുന്നു. അർത്ഥം സന്തതി, സമ്പത്ത്, സൃഷ്ടി വർദ്ധിപ്പിക്കുന്ന ശക്തി. ഗർഭധാരണത്തിന് രോഹിണി നക്ഷത്രം അത്യന്തം ശുഭമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യം. വിത്തിടൽ, കൃഷി, ഭൂമി വാങ്ങൽ എന്നിവയ്ക്ക് രോഹിണിയാണ് മുഹൂർത്തം. ഐതിഹ്യങ്ങൾ പറയുന്നതുപോലെ ദേവന്മാർ ഭൂമിയിൽ വരുമ്പോൾ അനുഗ്രഹങ്ങൾ വിതറുമ്പോൾ രോഹിണി നക്ഷത്ര ദിവസങ്ങളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് രോഹിണി വ്രതം, രോഹിണി ദിനദാനം ഇവയ്ക്ക് വൻ ഫലശുദ്ധി പറഞ്ഞിരിക്കുന്നത്. പുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ജീവിതത്തിൽ എത്ര വലിയ താഴ്ച വന്നാലും, എല്ലാം നഷ്ടമായെന്നു തോന്നിയാലും വീണ്ടും ഉയരാൻ വഴിയൊരുക്കുന്ന നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ദക്ഷശാപം മാറ്റാൻ വേണ്ടി വഴിയൊരുക്കിയതും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തിയുടെ പ്രതീകവും ഭൂമിയുടെയും സമൃദ്ധിയുടെയും നക്ഷത്രവും ആണ്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രം ഭാഗ്യത്തിൻ്റെ മാത്രമല്ല, ദിവ്യ സംരക്ഷണത്തിൻ്റെ കൂടി നക്ഷത്രമാണ്. നിങ്ങൾക്കും വീട്ടിലാരെങ്കിലും രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മൗനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്ദി.